ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഇന്നലത്തെ ഒരു സിമ്പിളായിട്ടുള്ള ഉച്ചയൂണ്. അപ്പോൾ എൻ്റെ ഒരു ലഞ്ച് പ്രിപ്പറേഷനും അതുപോലെ തന്നെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫ്രീസറിൽ നിന്ന് കുറച്ച് മത്തി എടുത്തു, നല്ല നാടൻ കുഞ്ഞൻ മത്തി. അത് വെള്ളത്തിലേക്ക് ഇട്ടു, അത് മെൽറ്റാവട്ടെ. പിന്നെ കുറച്ച് കോവയ്ക്ക ഉണ്ടായിരുന്നു, അത് പിന്നെ കുറച്ച് കോവയ്ക്ക ഉണ്ടായിരുന്നു. ആ കോവയ്ക്കായും കഴുകി മാറ്റി വെക്കുകയാണ്. പിന്നെ ഇതാ നമ്മുടെ ഫിഷ് എല്ലാം നന്നായിട്ട് റെഡിയായി, നല്ല വൃത്തിയായിട്ട് ഉപ്പും വിനേഗറും ഒക്കെ ചേർത്ത് നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം അതിലേക്ക് ചില്ലി പൗഡറും അതുപോലെ തന്നെ പെപ്പർ പൗഡറും മഞ്ഞൾപ്പൊടി, ഉപ്പ്, വിനേഗർ. അപ്പോൾ മുളക് പൊടിയും അതുപോലെ തന്നെ പെപ്പർ പൗഡറൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. കാരണം മത്തിയാകുമ്പോഴത്തേനും കുറച്ച് എരിവൊക്കെ ഉള്ളതാണല്ലോ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേയിൽ ട്രാവൽ ചെയ്യാണ്. ഇക്കയില്ല, ഞാനും കുട്ടികളും നെക്സ്റ്റ് ഡേയിൽ ഒന്ന് നാട്ടിൽ പോയിട്ട് വീട് വരെയൊക്കെ പോയിട്ട് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ഡീപ്പായിട്ട് വീട് ക്ലീനിങ് ഉണ്ട്, അതുപോലെ തന്നെ ഡീപ്പ് ഫ്രിഡ്ജ് ക്ലീനിങ് ഉണ്ട്. അപ്പോൾ ഫ്രിഡ്ജിലുള്ള ഓരോരോ ലെഫ്റ്റ് ഓവർ ഐറ്റംസ്, ഫ്രിഡ്ജിലിരിക്കുന്ന ഓരോരോ ഐറ്റംസ് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ ഫ്രിഡ്ജിൽ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച കുറച്ച് മത്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് മത്തി കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് പൊരിക്കുന്നത്. പിന്നെ കോവയ്ക്ക ചീത്തയാവാറായിട്ടിരുന്നു, അതും എടുത്ത് റെഡിയാക്കുകയാണ്. പിന്നെ ഇതാ ഞാൻ നോക്കിയപ്പോഴത്തേനും കുറച്ച് മുളകിരിക്കുന്നു. അപ്പോൾ ഞാൻ ഒരു 1 വീക്ക് അല്ലെങ്കിൽ 10 ഡേയ്സിനൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഉടനെ പോയിട്ട് തിരിച്ചു വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഫ്രിഡ്ജിലിരുന്ന ചില്ലിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു ബോക്സിലിട്ട് ടിഷ്യൂ ഇട്ട് നമ്മളിങ്ങനെ സൂക്ഷിക്കും. ഞാൻ സാധാരണ ഇങ്ങനെയാണ് കറിവേപ്പിലയും അതുപോലെ തന്നെ മുളകുമൊക്കെ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഒരു 1 മന്ത് ഒക്കെ വളരെ സേഫായിട്ടിരിക്കും. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഒരു പാക്കറ്റ് കറിവേപ്പില ഉണ്ടായിരുന്നു. അതും ഞാൻ എന്ത് ചെയ്തു, ഓരോന്നോരോന്നിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അതിലത്തെ ഈർപ്പമൊക്കെ മാറ്റിയതിന് ശേഷം വീണ്ടും ടിഷ്യൂ ഇട്ടിട്ട് ബോക്സിൽ അടച്ചു വെക്കുകയാണ്. അപ്പോൾ ഈ കറിവേപ്പിലയുടെ ഇല കറുത്തു പോകുന്നു, ഇല ചീത്തയായി പോകുന്നു, അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ ഉള്ളവർ മസ്റ്റായിട്ടും എന്ത് ചെയ്യുക, അതിലത്തെ വാട്ടർ കണ്ടൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയതിന് ശേഷം എന്ത് ചെയ്യുക, ഇടയ്ക്കിടയിലായിട്ട് ടിഷ്യൂ ഇട്ട് കൊടുത്ത് നമ്മുടെ കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകുമൊക്കെ ലെയർ ചെയ്ത് ഒരു ബോക്സിൽ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിൽ അടച്ചു വെക്കുക. ഇതെന്ന് പറയുന്നത് കണ്ടോ, കുറച്ച് കൂടുതൽ തക്കാളി ഉണ്ടല്ലോ. അപ്പോൾ തക്കാളി കുറച്ച് കൂടുതൽ ബാക്കിയുണ്ടായിരുന്നതുകൊണ്ട് ഞാനൊരു തക്കാളി കറി വെക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഇന്ന് ഫ്രിഡ്ജിൽ ലെഫ്റ്റ് ഓവർ ഐറ്റംസ് ഉള്ളത് വെച്ചിട്ടുള്ള ഒരു ലഞ്ച് പ്രിപ്പറേഷനാണ് ഞാനിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസൊക്കെ മാക്സിമം പറ്റുന്നത് പോലെ ഉപയോഗിച്ച് തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്ന് കുക്കറിലേക്ക് തക്കാളിക്കറിയാണ് വെക്കുന്നത്. അപ്പോൾ വേണ്ട സാധനങ്ങൾ എല്ലാം ഞാൻ ഓരോന്നോരോന്നായിട്ട് അരിഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ ലാസ്റ്റ് ഇതിലേക്ക് ഒരു പിടി പരിപ്പും കൂടെ ചേർത്താണ് ഞാൻ വെക്കുന്നത്. ഞാൻ തക്കാളി പരിപ്പ് കറിയില്ലേ, നമ്മുടെ ഒരു രസം മോഡൽ ഒരു കറിയാണ്. അപ്പോൾ അങ്ങനെ അതിനു വേണ്ടി പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കായം, അതൊക്കെയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നന്നായിട്ട് വേവട്ടെ. വെന്തതിന് ശേഷം പിന്നീട് നമ്മൾ താളിച്ചൂറ്റലും പരിപാടികളൊക്കെ പിന്നെയാണ്. അപ്പോൾ നമ്മുടെ ലഞ്ച് എന്ന് പറയുന്ന റൈസ് ഏകദേശം കുക്കായിട്ടുണ്ട്. പിന്നെ ഒരെണ്ണത്തിൽ റൈസ് വെച്ചിട്ടുണ്ട്, ഒരെണ്ണത്തിൽ പരിപ്പ് കറി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് കോവയ്ക്കയുടെ കാര്യങ്ങൾ ചെയ്യണം. കോവയ്ക്ക ഒരു സൈഡിൽ നിന്ന് കുറച്ച് ചീത്തയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ മാറ്റിയതിന് ശേഷം റെഡിയാക്കി എടുക്കാം. പിന്നെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച ഫിഷായിരുന്നു. അതൊരു 1 അവറിനുള്ളിൽ 1 അവറിന് ശേഷം എടുത്തതിന് ശേഷം കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഫിഷുകളെല്ലാം ഒരുമിച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫിഷ് ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ഇപ്പം ഫിഷ് പൊരിച്ചത് സൈഡിലുണ്ടെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെ അങ്ങ് കഴിച്ചോളും. അതുകൊണ്ടാണ് ഒരുമിച്ചങ്ങ് പൊരിച്ച് മാറ്റുന്നത്. കാരണം ഇനിയും ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ ഐറ്റംസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറ്റുകയാണ്. അപ്പോൾ ഞാനില്ലാത്ത 10 ഡേയ്സിൽ ഇവിടെ കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഇക്ക ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഇക്ക കുക്ക് ചെയ്യാനൊന്നും ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ഫ്രിഡ്ജിലുള്ള ഐറ്റംസ് എല്ലാം ഒഴിവാക്കിയിട്ടാണ്
പോകുന്നത്. അപ്പോൾ ഇതാ ഫിഷ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. എല്ലാം എണ്ണയിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ട് മുറുക്കി പൊരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല മുറുക്കി പൊരിച്ച മത്തി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദോശയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, എല്ലാത്തിൻ്റെയും കൂടെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഒരു കോമ്പിനേഷൻ തക്കാളി ഞാൻ വെച്ചല്ലോ, ആ തക്കാളിക്കറി, ആ തക്കാളിക്കറിയും ഈ മത്തി പൊരിച്ചതും ഒക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇഷ്ടമുള്ളവർക്കറിയാം, കഴിക്കുന്നവർക്കറിയാം അതിൻ്റെ ഒരു സ്വാദെന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് പരിപ്പ് തക്കാളിക്കറിയിലേക്ക് ഇടണം എന്ന് വിചാരിച്ചതല്ല. പിന്നെ കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റ് കൂടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒരൊറ്റ പിടി പരിപ്പും കൂടെ ഇട്ടിട്ടാണ് ആ തക്കാളിക്കറി വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഓരോന്നോരോന്നായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്തു, ചോറ് വെച്ചു, അതിന് ശേഷം ഇതാ ഫിഷ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ കുക്കറിലേക്ക് തക്കാളി കറി വെച്ചു. പിന്നെ ചെയ്യുന്നത് കോവയ്ക്കയുടെ പ്രിപ്പറേഷൻ ഇനി ചെയ്യണം. ഞാൻ ഒരുപാട് വിഭവസമൃദ്ധമായിട്ടുള്ള സംഭവമൊന്നും ഇന്ന് ചെയ്യുന്നില്ല. ഇനി പോകുന്നത് വരെ ഇങ്ങനെയുള്ള തട്ടിക്കൂട്ടൽ ഒപ്പിക്കൽസ് പരിപാടികളൊക്കെ ആയിരിക്കും. 1-2 കറികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൂ. ഒഴിച്ചുകറിയായിട്ടൊന്നും തന്നെ വെക്കുന്നില്ല. ഫ്രൈ ആയിട്ട് ഫിഷ് ഫ്രൈ, പിന്നെ താളിക്കുന്നതായിട്ട് ഇതാണ് സംഭവം. അപ്പോൾ ഞാനിതാ കോവയ്ക്കയുടെ പ്രിപ്പറേഷനൊക്കെ ചെയ്തു. കോവയ്ക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം എന്ത് ചെയ്തു, അരിഞ്ഞ് സൈഡിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കോക്കനട്ട് ഓയിൽ കുറച്ച് ഒഴിച്ചതിന് ശേഷം, കടുക് പൊട്ടിച്ചതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാനാണ് പരിപാടി. അപ്പോൾ ഫിഷ് സൈഡിൽ നിന്ന് ഫ്രൈ ആകുന്നുണ്ട്. നമ്മുടെ ചോറ്, ഇന്ന് ഉച്ചയ്ക്കത്തേനുള്ള ചോറെന്ന് പറയുന്നതും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോരോ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ഇത് സിമ്പിളാണെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ പവർഫുള്ളായിട്ടുള്ള നല്ല അടിപൊളി ലഞ്ചായിരുന്നു. ഒരുപാട് ആസ്വദിച്ചാണ് ഇത് കഴിച്ചത്. ഭയങ്കര ടേസ്റ്റായിരുന്നു. കാരണം നമ്മൾ തക്കാളിക്കറി എന്ന് പറയുന്നത് കുറച്ച് അത്യാവശ്യം നന്നായിട്ട് കുമിച്ചൊഴിച്ചതിന് ശേഷം ഈ മത്തി പൊരിച്ചതൊക്കെ കൂട്ടി കഴിക്കുന്ന ആ ഒരു കഴിപ്പെന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ്. തനി നാടൻ കേരള സ്റ്റൈൽ ഉച്ചൂണെന്നൊക്കെ പറയാം. ഇവിടെ മത്തി എന്ന് പറയുമ്പോഴത്തേനും പല ടൈപ്പ് കിട്ടാറുണ്ട്. ഭയങ്കര സൈസായിട്ടുള്ള ഒരു മത്തിയുണ്ട്, ഒമാൻ മത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. അത് പേഴ്സണലി നമുക്ക് ആർക്കും ഇഷ്ടമല്ല, അത് നമ്മൾ കഴിക്കത്തില്ല. പിന്നെ നമ്മുടെ നാട്ടിലെ കുഞ്ഞൻ മത്തി ഉണ്ടല്ലോ, വളരെ കുഞ്ഞാണെങ്കിലും ഇത് നാടൻ മത്തിയാണ്. പക്ഷേ അതിലും അത്യാവശ്യം നല്ല സൈസായിട്ട്, നല്ല അടിപൊളിയായിട്ട് വലിയ മത്തി, കുഞ്ഞുമത്തി, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളിക്കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അത് ഞാൻ കടുക് വറുക്കുകയാണ്, അതായത് താളിച്ചൂറ്റലാണ്. ഈ താളിച്ചൂറ്റലും കൂടെ കഴിയുമ്പോഴത്തേനും ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പരിപ്പൊക്കെ ഞാൻ വെന്തലിയിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ പരിപ്പ് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇതിനേക്കാളും കൂടുതൽ പരിപ്പ് കടിക്കാൻ കിട്ടുന്നത് ഇഷ്ടമായിരുന്നു. പിന്നെ തക്കാളി അത്യാവശ്യം നല്ല വലിയ പീസായിട്ട് അരിഞ്ഞു. അപ്പോൾ തക്കാളി വേവണമല്ലോ എന്ന് വിചാരിച്ച് പരിപ്പിന് ഒരു 2-3 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഒറ്റ വിസിലിൽ പരിപ്പ് ഇറക്കുന്ന ആ ഒരു പരിപ്പ് നന്നായിട്ട് കടിക്കാൻ കിട്ടുന്ന ആ ഒരു പരിപ്പ് കറി പരിപ്പ് രസമുണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. തക്കാളി പരിപ്പ് രസം എന്നൊക്കെ ഇതിനെ പറയാം. പിന്നെ ഞാനൊന്ന് ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി കായപ്പൊടി ഇടണം. ഭയങ്കര രുചിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു, നല്ല അടിപൊളിയായിട്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ കറി ഞാനങ്ങനെ ഈ കറി കുറേ നാളായി വെച്ചിട്ട് അങ്ങനെ വെക്കലില്ല. പിന്നെ തക്കാളി എക്സ്ട്രാ കൂടുതലിരുന്നത് കൊണ്ട് ഇന്നത്തേന് എൻ്റെ കിച്ചൺ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓരോന്നോരോന്നായിട്ട് ടേബിളിലേക്ക് എടുത്ത് വെച്ചു. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി പരിപ്പ് കറി. പിന്നെ മത്തി എന്ന് പറയുന്നത് കണ്ടല്ലോ, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മളെല്ലാവരും നന്നായിട്ടെടുത്ത് കഴിക്കും. പിന്നെ നെക്സ്റ്റ് മീലിനും ഇത് ഉപയോഗിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ട് കുറച്ച് കൂടുതൽ മുറുക്കി പൊരിച്ചു നമ്മുടെ കോവയ്ക്ക. പിന്നെ നമ്മുടെ ചിക്കൻ കറി വളരെ ടേസ്റ്റായിട്ട്. ചിക്കൻ കറി ഫ്രിഡ്ജിൽ കഴിഞ്ഞ ദിവസത്തെ കുറച്ച് ലെഫ്റ്റ് ഓവർ ചിക്കൻ കറി ഇരുന്നതാണ്. അപ്പോൾ ഇക്കായ്ക്ക് ഈ തക്കാളി സംബന്ധമായിട്ടുള്ള കറികളോടൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ എന്താണെങ്കിലും തക്കാളിക്കറി കൂട്ടാൻ ചാൻസ് കുറവാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ചിക്കൻ കറിയും കൂടെ ഒന്നെടുത്ത് ചൂടാക്കി. പിന്നെ എനിക്ക് കഴിക്കാനുള്ള ഫുഡാണ്. ഞാൻ ഇപ്പോൾ വളരെ കുറച്ച് റൈസേ എടുത്തുള്ളൂ. ഞാൻ വിചാരിച്ചത് എന്നാന്ന് വെച്ചാൽ കുറച്ച് ചോറെടുത്തിട്ട് തക്കാളിക്കറി ഒരുപാട് ഒഴിക്കാം. തക്കാളിക്കറി ഒരുപാട് ഒഴിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ഞാൻ ഇപ്പോൾ ഇത്രയും ഒഴിച്ചുള്ളൂ. പിന്നീട് ഞാൻ ഒരുപാട് ഒഴിച്ച് കുടിച്ചു. ഭയങ്കര ടേസ്റ്റായിരുന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കറികളെല്ലാം കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. ചോറിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് കറികളെല്ലാം കൂടുതൽ എടുക്കുകയാണ്. ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട കറികളാണല്ലോ ഞാൻ വെക്കുന്നത്. അപ്പോൾ കറികൾ ഞാൻ കൂടുതൽ എടുക്കും. ഞാൻ ചിക്കൻ കറി വെക്കുന്നില്ല, കാരണം എനിക്ക് വേണ്ട. ഇതിൻ്റെ കൂടെ ഫിഷ് ഫ്രൈയും ചിക്കൻ കറിയും കോവയ്ക്കയും കൂട്ടിയാണ് കഴിച്ചത്. ഇതാണ് കഴിച്ചത്. അപ്പോൾ ഇത് ഞാൻ വീണ്ടും ഒഴിക്കുകയാണ്.
അടിപൊളിയായിട്ടുള്ള തനി നാടൻ ഉച്ചയൂണ്. അടിപൊളി ടേസ്റ്റി ആയിട്ട് തക്കാളിക്കറിയൊക്കെ ഇഷ്ടമുള്ളവർക്കേ ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവത്തുള്ളൂ. തക്കാളിയൊന്നും ഇഷ്ടമില്ലാത്തവർ എന്താണ് ഇത്ര എന്നുള്ള രീതിയിലുള്ള മൈൻഡായിരിക്കാം. എനിക്ക് ടൊമാറ്റോ എന്ന് പറയുന്നത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. തക്കാളി സ്റ്റൂ ആണെങ്കിലും തക്കാളി കറി ആണെങ്കിലും തക്കാളി സാമ്പാറാണെങ്കിലും നമ്മുടെ ഉള്ളി സാമ്പാറുണ്ടല്ലോ, ഉള്ളിയിൽ തക്കാളിയും ഉള്ളിയും കൂടുതലിട്ടിട്ടുള്ള ഉള്ളി സാമ്പാർ, അങ്ങനെ എനിക്ക് തക്കാളി വരുന്ന എല്ലാ ഐറ്റംസും എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ അതാ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒരു സിമ്പിൾ തനി നാടൻ ഉച്ചയൂണാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചോറും കറികളും എൻ്റെ ഇന്ന് ഉച്ചയ്ക്കത്തെ വിശേഷങ്ങളും എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഫുഡിനെ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ ഫുഡ് വീഡിയോസും ഇഷ്ടപ്പെടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.